ചാനൽ മെഡ് ടോക്സ് വിത്ത് ഡോക്ടർ ദിവ്യ. കുറച്ച് കാലമായി ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വളരെ കാലമായി ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തായിരിക്കണം എൻ്റെ അടുത്ത വീഡിയോ എന്നുള്ളത്. സ്ത്രീകൾക്ക് പ്രസക്തി കൊടുത്തുള്ള ചാനലായതുകൊണ്ട് തന്നെ സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീ രോഗങ്ങൾ അതിലൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് 40 വർഷം UAE ജീവിച്ച 2 സ്ത്രീകളാണ്. അതും വളരെ വിജയകരമായി ഇന്നും ഏറ്റവും ആരോഗ്യവതികളും സുന്ദരികളുമായി ഇരിക്കുന്ന 2 സ്ത്രീ. ഇത് ഐഷ മാമി, ജീന മാമി. ഇവർ രണ്ടുപേരും 40 വർഷം UAE ജീവിച്ച ആൾക്കാരാണ്. ഇവരോട് നമുക്ക് UAE കുറിച്ച് ചോദിച്ചറിയാം. മാമി വന്നപ്പോൾ എങ്ങനെയായിരുന്നു UAE? മാമി വിചാരിച്ചിരുന്ന പോലെയായിരുന്നു ദുബായ്? മാമി വന്നപ്പോൾ ആദ്യം കണ്ടപ്പോൾ? എനിക്ക് നല്ല കണ്ടപ്പോൾ ഇഷ്ടമായി. ഇവിടുത്തെ ദുബൈയിൽ വന്നപ്പോൾ എനിക്ക് അത്ര മരുഭൂമി എന്നെല്ലാവരും പറയുമെങ്കിലും അങ്ങനെ തോന്നിയില്ല. പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ദുബായ് വന്നപ്പോൾ ഇഷ്ടമായി. പിന്നെ ഞാൻ ഫുജറയിലാണ് ഞാൻ പിന്നീട് പോയത്. താമസിക്കുന്ന അവിടെയായിരുന്നു. അപ്പോഴേ അവിടെ കുറച്ച് സിറ്റി അല്ല അത്ര, കുറച്ചുകൂടെ അത്ര ഒരു പോഷായിട്ട് തോന്നി. അപ്പൊ എന്തായിരുന്നു അവിടെ പ്രത്യേകത ഉണ്ടായിരുന്നു? നിങ്ങൾ വില്ലയിലായിരുന്നു നമ്മുടെ വില്ലയിലാണ് താമസിച്ചത്. അപ്പൊ ഒരു വില്ലയില് നിങ്ങൾ മാത്രമായിരുന്നു? ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അവര് മലയാളികളായിരുന്നു? മലയാളികളായിരുന്നു. പിന്നെ അവിടെ പക്ഷെ ചെടികളും ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ നിന്ന് മാറി നിന്നൊരു ഇതുണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു? വിഷമം വിളിക്കാൻ ടെലിഫോണ് അങ്ങനെയൊന്നുള്ളത് തന്നെയില്ല. അപ്പൊ എപ്പോഴും വിളിക്കാൻ പറ്റൂല. ഇങ്ങനെ മാറി അത്ര നിന്നിട്ടില്ലല്ലോ. അങ്ങനത്തെ എവിടെയായിരുന്നു വന്നത് ആദ്യം? റാസൽ കൈമയാണ്. ഓക്കെ, റാസൽ കൈമയിൽ വന്നപ്പോ എന്തായിരുന്നു തോന്നി? മാമിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു UAE വന്നിട്ട് ആദ്യം? എനിക്ക് ഇഷ്ടമായി. ഞാനൊരു വില്ലയിലാണ് താമസിച്ചത്. ഞങ്ങൾ ഒരു വില്ലയിലായിരുന്നു. നല്ല ഇഷ്ടമായി. നല്ല അവിടെ റാസൽ കൈമ ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള ഒരു സ്ഥലമാണ്. ദുബായ് പോലെയൊന്നും അത്രയും ഡെവലപ്ഡ് അല്ല. നല്ലതാ. ഒരുപാട് ഫാമിലി അറിയാവുന്നവർക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് അടുപ്പവും നല്ലൊരു കാര്യം. പിന്നെ ഇപ്പം അവരൊക്കെ ഉണ്ടെങ്കിലും ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ലൈഫ് ആയിരുന്നില്ലേ? ഒറ്റപ്പെട്ട് പോവുമല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നത്? അല്ലെങ്കിൽ ആ സമയം എങ്ങനെ നിങ്ങൾ സന്തോഷകരമാക്കി മാറ്റിയത്? അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് പോകും. അവിടെയുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവരുമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വേറൊരു രാജ്യത്തിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുറത്തിറങ്ങാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നോ? തനിച്ച് പോകാൻ പേടിയാണ്. ഇപ്പൊ ഇന്നിപ്പോ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ നല്ല ലുലുവിൽ പോകുന്നവരൊക്കെ പോകുമല്ലോ. അങ്ങനെ പേടിയുണ്ടായിരുന്നു. പേടി നിങ്ങൾ എന്തിനാ പേടിച്ചിരുന്നത്? ഇവിടുത്തെ ഭാഷ അറിയാത്തതുകൊണ്ടാണോ? അന്നൊക്കെ നമ്മുടെ എന്ത് ഭാഷയിലായിരുന്നു ഇപ്പം സംസാരിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് ഇവിടെ പറയുന്ന ഹിന്ദി അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാം. നിങ്ങൾ എന്ത് ഭാഷ? ഇംഗ്ലീഷിലായിരുന്നോ സംസാരിച്ചിരുന്നത്? ഇംഗ്ലീഷില് കൂടുതലും എല്ലാരും. നിങ്ങൾ പുറത്തിറങ്ങുമ്പോ കൂടുതൽ എത്ര മലയാളികളെ കാണുമായിരുന്നു? നിങ്ങളിപ്പോ ഒരു വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലൈറ്റിൽ വരുമ്പോഴും സ്ത്രീകൾ കുറവായിരുന്നു. പിന്നെ അതൊക്കെ നിങ്ങളൊരു അന്നത്തെ കാലത്ത് മനാമ അങ്ങനത്തെ കടകളൊക്കെ അല്ലേ ഉണ്ടാവുക അവിടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ? ചോദിത്രം ലുലു ഉണ്ടായിരുന്നു. അപ്പം ലുലു ഇല്ലായിരുന്നു. അപ്പൊ അന്നൊക്കെ കടകളിലൊക്കെ ചെല്ലുമ്പോ ഈ കടയിലുള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ എല്ലാവരും മലയാളികളാണ് അല്ലെ? കടക്കാരും നമ്മളെ ഇതല്ല. അപ്പൊ അവരൊക്കെ മലയാളികൾ തന്നെയായിരുന്നു കടകളിലൊക്കെ ചെല്ലുമ്പോ. മലയാളികളായിരുന്നു. പക്ഷെ മലയാളികളുടെ ഷോപ്പിലായിരിക്കും പോകുന്നത്. പിന്നെ അന്ന് സാധനമൊക്കെ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികൾ ആണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അന്ന് നിങ്ങൾ ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞാൽ എത്ര മലയാളികളെ കാണാൻ പറ്റുമായിരുന്നു? കൂടുതൽ മലയാളികളായിരിക്കും കാണാൻ പറ്റും. പിന്നെ മലയാളികൾ അല്ലാത്തവരും ഉണ്ട്. എങ്കിലും ഒരുപാട് മലയാളികൾ കാണും. പിന്നെ നിങ്ങള് അന്നൊക്കെ ഒരു ദിവസമല്ലേ ഓഫ് ഉണ്ടാവുള്ളൂ ഹസ്ബൻഡ്? ഒരു ദിവസം മാത്രമേ പോകും. ആ ഒരു ദിവസത്തെ ഓഫിൽ നിങ്ങൾ ഇന്നത്തെ പോലെ ഉച്ചയാവുമ്പോഴാണോ എണീക്കുക? നമ്മളൊക്കെ എന്ന് പറയുമ്പോ ഓഫ് കിട്ടുമ്പോൾ അന്നും കുറച്ച് ലേറ്റ് ആവും. അന്നത്തെ ദിവസം നമ്മൾ തലേ ദിവസം ഒക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. പോയിട്ട് വന്നിട്ട് ലേറ്റ് ആവും. ഫ്രൈഡേ ആവുമ്പോ നമ്മൾ തേഴ്സ്ഡേ നൈറ്റ് എന്തായാലും പുറത്ത് പോകും. എവിടെയൊക്കെ പോവാ സാധനം വാങ്ങിക്കാൻ? നമ്മളെ മിക്ക ഫുജറയിലായതുകൊണ്ട് നമ്മൾ ദുബായില ഷാർജയില. പക്ഷെ ട്രാഫിക് കുറവായതുകൊണ്ട് ഇങ്ങോട്ട് വരാനൊന്നും പാടില്ല.
പെട്ടെന്ന് വരും പെട്ടെന്ന് പോകാം. അപ്പൊ ഇതിപ്പോ കുജേറിലുള്ള ആൾക്കാര് ഷാർജയിൽ വരുന്നത് ചിലപ്പോ അത്രത്തോളം എളുപ്പത്തിൽ വരില്ലല്ലോ, കസ്റ്റമർ കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ തേഴ്സ്ഡേ വൈകിട്ട് ഇറങ്ങിയാൽ എത്ര മണിയാകുമ്പോ എത്തും തിരിച്ച്? 12 o'clock ആകുമ്പോ എത്തും, പിന്നെ കിടന്നുറങ്ങും. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് അന്നത്തെ ഫ്രൈഡേ പിന്നെ പുറത്ത് പോവോ? ഫ്രൈഡേയില് വൈകുന്നേരം സാധനം വാങ്ങിക്കാനുള്ള പോക്കാണോ? സാധനം വാങ്ങിക്കാനും പോവും, അല്ലാതെ വെറുതെ കറങ്ങാനൊക്കെ പോകും. ഇതിനും രാസ ക്യാമ്പിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഈ ഷാർജയിലും ഫുജിയറിനെയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ? കൂടുതൽ മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, അടുത്തും എല്ലാവർക്കും ഒരുപാട് അറിയാവുന്നവരും. പിന്നെ പിന്നെ ഒരു നാട്ടിൽ നിന്ന് വന്നെങ്കിൽ നമ്മുടെ നാട് പോലെ നമുക്ക് കുറെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ വീക്കെൻഡ് അബുദാബിയിലൊക്കെ പോകും, ഹസ്ബൻഡ് റിലേറ്റീവ്സ് അബുദാബിയിലുണ്ട്, അവിടെ പോകും. ഈ കുട്ടികളായല്ലോ, പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുട്ടികളായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? റുട്ടീനുകളിൽ വന്ന വ്യത്യാസങ്ങൾ? അപ്പോഴും പിന്നെ സമയമില്ല, ജോലി, കുട്ടികളെ നോക്കൽ, പിന്നെ അവരുടെ കൂടെ തന്നെ എപ്പോഴും സമയങ്ങളിൽ ആഹാരം. അവരെ ട്യൂഷനൊക്കെ വിടുമായിരുന്നോ? അത് വലുതായപ്പോഴാണ് അന്ന് നമുക്ക് എക്സ്പെൻസുകൾ കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം ചെയ്യാം, ട്യൂഷൻ വിടാൻ വേണമെങ്കിൽ. അന്ന് നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ മാത്രം ജീവിച്ചാൽ പോരാ, നാട്ടിൽ മറ്റൊരു ഫാമിലിയും ഒരു ബിഗ് ഫാമിലിയും കൂടെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ചെലവൊക്കെ ചുരുക്കേണ്ടി വരുമായിരുന്നിട്ടുണ്ടാവും. അപ്പൊ മക്കൾക്ക് ഇപ്പം ഡാൻസിന് വിടാനോ പാട്ടിന് വിടാനോ അങ്ങനെയൊക്കെ സാധിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ട്യൂഷനൊന്നും വിടാറില്ല. അത് മാമി പഠിപ്പിക്കുന്നോണ്ടാണോ? ഞാൻ പിന്നെ കുറച്ച് വലിയ ക്ലാസ്സായിട്ട് പോയിട്ടുണ്ട് മോൻ, അല്ലാതെ അങ്ങനെ ട്യൂഷനൊന്നും വിട്ടിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവിടെ ഭയങ്കര ബോറാണ്, നമുക്ക് നാട്ടിൽ പോവാം, നാട്ടിൽ പോയി ജീവിക്കാന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, കുട്ടികളൊക്കെ ആവുമ്പോ നമുക്ക് ബോറിംഗ് ഒന്നുമില്ല. പിന്നെ ഇപ്പോഴാണെങ്കിലും ഹസ്ബൻഡോടെ ഇവിടെ തന്നെ ഇഷ്ടം. അമ്മി, വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അടിക്കടി അസുഖങ്ങളാണ്, ഇമ്മ്യൂണിറ്റി കുറവാണ്, അങ്ങനെ എല്ലാവരും ഭയങ്കരമായ പ്രതിസന്ധികളിലൂടെയൊക്കെ ഇവിടെ അമ്മമാര് കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ജീവിച്ചപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിരുന്നോ? എപ്പോഴും ഡോക്ടറെ അടുത്ത് പോവുക, കുട്ടികൾക്ക് അസുഖങ്ങൾ കൂടുതൽ വരിക, അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിരുന്നോ? കൂടുതൽ അങ്ങനെ അസുഖങ്ങൾ വന്നിട്ടാൽ നമ്മൾ അതുപോലെ അവർ കെയർ ചെയ്യും, നല്ല ആഹാരങ്ങൾ കൊടുക്കും. ജങ്ക് ഫുഡൊന്നും അങ്ങനെ കൊടുക്കാറില്ല, വീട്ടിലോട്ടാക്കുന്ന ഫുഡുകളും ഒക്കെ കൊടുത്താൽ അവരെ വളർത്തിയത്. അത് നമ്മളതുപോലെ അവരെ കെയർ ചെയ്തും ഒക്കെ വളർത്തിയത്. അന്നൊക്കെ പുറത്തുനിന്നുള്ള ഫുഡ് നിങ്ങൾ എത്ര വർഷം കഴിക്കുമായിരുന്നു? പുറത്തുനിന്ന് കഴിക്കുന്ന കുറവാണ്. എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോ എന്തെങ്കിലും വന്നാലും വീക്കെൻഡേക്ക് അങ്ങനത്തെ ഫുഡുകളൊന്നും ഇല്ല. അതൊന്നും ആ സമയത്തൊന്നും ചെറിയ പ്രായത്തിൽ അവർ കഴിച്ചിട്ടും ഇല്ല. അവരൊക്കെ എത്രയായപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് തരംഗം വന്നത്? അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് വലിയ കുട്ടികളായി പിന്നെ അവര് തന്നെ വാങ്ങി കഴിക്കുകയായിരുന്നോ, അതോ നിങ്ങള് അവര് വാങ്ങിച്ചു കഴിക്കാൻ എപ്പോഴും ഞങ്ങള് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ളൂ, വല്ലപ്പോഴും. നാട്ടിൽ ചെന്നപ്പം ഇങ്ങനത്തെ ഫുഡൊന്നും പെട്ടെന്ന് കിട്ടില്ലല്ലോ. അപ്പൊ മാമി നാട്ടില് സെറ്റിലായി, മാമി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നാട്ടില് സെറ്റിലായപ്പം ഇങ്ങനത്തെ നിങ്ങൾ ഇപ്പൊ ഒരു വീക്കെൻഡ് ഒരു ദിവസം പുറത്ത് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ബോറടിക്കൂലായിരുന്നോ നാട്ടിൽ ചെന്നപ്പോ? നാട്ടില് പിന്നെ നമ്മള് കൃഷി തുടങ്ങി നാട്ടിൽ ചെന്നപ്പോഴ് എല്ലാ പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഒരു ഫ്ലാറ്റിൽ ജീവിച്ചിരുന്ന ആൾക്കാര് കൃഷിയിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? നമുക്ക് നല്ല വെജിറ്റബിൾസ് ഒക്കെ കിട്ടാനും നല്ല ടൈം പാസും അങ്ങനെ, അതുകൊണ്ട് നമ്മളിങ്ങനെ കൃഷി ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ വീട്ടിലെ ആവശ്യത്തിനുള്ളതെല്ലാം ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണ് വിഷമം? അങ്ങനെയായി. എന്നാലും ഇവിടെ വരുമ്പോ ഇവിടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. മാമിക്കോ? മാമി ഇങ്ങനെ ഇപ്പം സമയം ചെലവഴിക്കും? ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. വീട്ടില് കൃഷിയൊക്കെ ഉണ്ട്, ഉള്ള സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു
ഒക്ടോബർ സമയമാകുമ്പോൾ തുടങ്ങിയ പിന്നെ ഒരു 6 മാസം വെജിറ്റബിൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട, അങ്ങനെയുള്ള ഇതെല്ലാം വീട്ടിൽ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ പണ്ട് നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര കൂട്ടായിരുന്നു, അടുത്തുള്ള വില്ലയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര സഹകരണമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇപ്പൊ അവരെല്ലാം പോയി നാട്ടില്, ഇപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കുറവാ. മോള് ഇവിടെ അബുദാബിയിലുണ്ട്, വീക്കെൻഡ് മോളുടെ അടുത്താണ്. അപ്പൊ വീക്ക് ഡേയ്സ് എങ്ങനെയാ സമയം ചെലവഴിക്കുക? ആ കൃഷിയും കാര്യങ്ങളും ബോറിംഗ് ഒന്നുമല്ല. ബോറിംഗ് ഒന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്യാനുണ്ടായ സാഹചര്യം തന്നെ കുറെ പേഷ്യൻസ് വരും, അത് എസ്പെഷ്യലി ലേഡീസ് വരുമ്പം അവർ പറയും ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്, അത് പറഞ്ഞാൽ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, അതായത് വീട്ടിലിരിക്കുന്നു. അതായത് അവര് ലാക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു നല്ലൊരു ഫ്രണ്ട് ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടായ്മകളില്ല. അവർ പാരൻസിനും എല്ലാവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകുന്നു, വീണ്ടും വന്ന് അവരുടെ ഡെയിലി റുട്ടീൻ തന്നെയാണ് കൂടുതലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൂടെ അങ്ങനെ. അപ്പൊ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടോ അങ്ങനെ ആരും ഇല്ല. നിങ്ങളുടെ സാഹചര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു അല്ലേ? അന്ന് കൂടുതൽ അടുത്തടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കും, കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെയാണ് സമയം നമ്മുടെ ചെലവഴിച്ചോണ്ടിരുന്നത്. പിന്നെ അന്ന് നമുക്ക് ഗാർഡൻ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കൃഷി എന്ന് പറഞ്ഞ അങ്ങനെയില്ല, ചെടികളുണ്ടായിരുന്നു, പൂച്ചെടികൾ, കറിവേപ്പില, തുളസി. നമ്മുടെ ഫ്ലാറ്റ് ആയിരുന്നപ്പോഴിങ്ങനെ കുറച്ച് പറ്റുന്നത് പോലെ ഉണ്ടായിരുന്നു. പിന്നീട് ആദ്യം വന്നപ്പോ വില്ലയിലായിരുന്നു, മാമി ആദ്യം വന്നപ്പോ വില്ലയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയപ്പോ മാമിക്ക് എന്തായിരുന്നു വിഷമം ഉണ്ടായിരുന്നത്? അന്ന് പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് വളർത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി, ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത്. പിന്നെ അന്നൊന്നും യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഈ റെസിപ്പികളോ ഒക്കെ നമുക്ക് വളരെ കുറവല്ലേ. പക്ഷെ നിങ്ങളൊക്കെ ഏറ്റവും നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരും ഏറ്റവും നല്ല റെസിപ്പികൾ യൂട്യൂബിലൊന്നും നോക്കണ്ട. നിങ്ങളെ കഴിച്ചിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങളാണ്. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ടാണ് വന്നത് നാട്ടിൽ നിന്ന്? അല്ല, നാട്ടിൽ നിന്ന് പഠിക്കാതെ ഇവിടെ വന്ന് അടുത്തുള്ള ചേച്ചി അവരുടെ അടുത്തൊന്നും ഞാൻ പിന്നെ ഐഷ അടുത്തൊന്നും ഇങ്ങനെ പലയിടത്തൊന്നും ചോദിച്ച് പഠിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെ എല്ലാം എഴുതിയൊരു തന്ന് വിട്ടു, എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, അതുകൊണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. അപ്പൊ നിങ്ങൾക്ക് കുക്കിംഗ് ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്? കാരണം നിങ്ങൾക്ക് അന്നൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ വരും അല്ലേ വീട്ടില്. ഇന്നിപ്പോ നമുക്കൊരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി അല്ലെങ്കിൽ 2 ഫാമിലി അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാല് വെക്കാൻ പോലും നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് ഗസ്റ്റുകൾ ഉണ്ടാവും. എന്നാൽ അന്നത്തെ ദിവസങ്ങളിൽ നമ്മളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഇത്ര 2 ഫാമിലി കൂടെ ഞാൻ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളൂ എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗസ്റ്റ് ഉണ്ടായാലും അത്രയും പേർക്കും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കും അല്ലേ? അത് നിങ്ങൾ നാട്ടിലൊക്കെ മറ്റേ പാചകക്കാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും. അതെങ്ങനെ നിങ്ങൾ സാധിച്ചിരുന്നത്? ഓണമൊക്കെ വരുമ്പോഴേ നമ്മള് തനിയനെ എല്ലാവർക്കും കുറച്ചുപേരെ വിളിക്കും, അവർക്കൊക്കെ നമ്മള് തനിയനെ എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറെ ഫാമിലി ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടായിരിക്കും വെക്കുക. പക്ഷെ നിങ്ങളൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് വെച്ച് കളയും, എല്ലാം പലതരം പായസങ്ങളും എല്ലാം ആയിട്ട് വെച്ച് കളയും. അതെങ്ങനെ നിങ്ങൾ വല്ല റോബോട്ടുകളായിരുന്നു, ഒരു കയ്യിൽ കൂടുതലുണ്ടായിരുന്നു? അതൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തിരുന്നു? ഉറങ്ങാതെ നിന്ന് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് ചെയ്ത് എല്ലാരെയും വിളിക്കാനും അവരൊക്കെ വരാനും. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ അവർക്ക് കൊടുത്ത് അവരുടെ അവർക്ക് നല്ലതായിട്ട് കഴിക്കാനും അവർക്ക് ഇങ്ങനെ നമ്മളെ ആഹാരമൊക്കെ ഉണ്ടാക്കിയത് നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അതൊരു ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് ഐഷയും ഒരു കുഞ്ഞു ജീവയും ഉണ്ടായിരുന്നല്ലോ, അവർക്കൊരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ ജീവിതത്തില്, ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെയുള്ള. അപ്പൊ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് പറ്റിയോ? ഇനി എന്തെങ്കിലും സ്വപ്നങ്ങൾ ബാക്കിയുണ്ടോ? അവരെല്ലാം നല്ല സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇത്ര വലിയ കൂട്ടുകാരായി മാറി? നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പം ആക്ച്വലി നമ്മൾ ഒരു ബിഗ് ഫാമിലിയുടെ അംഗങ്ങളാണെങ്കിൽ കൂടെ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊന്ന് പറയും. നമ്മളെ റിലേറ്റീവ്സ് ആണ്. അപ്പോൾ നാട്ടിൽ വെച്ച് ഇവിടെ വരുമ്പോഴായിട്ടാണ് കൂടുതൽ അടുപ്പം. പിന്നെ എല്ലാ ആഴ്ചയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
അവിടെ അവിടെ രാസപിന്നീട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോകുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. മാമി എന്താ പറയാനുള്ള? ഇവിടെ മനുഷ്യർക്ക് വലിയ അടുപ്പമായി. നിങ്ങൾ എന്നും ഫോൺ ചെയ്യും? എന്നും ഫോൺ ചെയ്യും, മണിക്കൂറുകളോടെ സംസാരിക്കും. കുട്ടികളുടെ കാര്യങ്ങൾ, നമ്മുടെ കുക്കിങ്ങിൻ്റെത്, ഡ്രസ്സിങ്, ആഭരണം, ഇങ്ങനെ പല വിഷയങ്ങളായി 2-3 മണിക്കൂർ നീണ്ടു പോകും സംസാരമെല്ലാം. പിന്നെ വീക്കെൻഡ്സ് ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ചാണ് പോകുന്നത്. ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ വരും. ആദ്യമായിട്ട് ഏറ്റവും ഓർമ്മയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഏതായിരുന്നു നിങ്ങൾ പുറത്ത് പോയത് UAE? അല്ലെങ്കിൽ ഭയങ്കര ഇപ്പോഴും നിങ്ങൾ പറയുന്ന എങ്ങോട്ട് പോയതാണ്? ഫസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഞങ്ങൾ ഒരുമിച്ച് പോയത് സഫ പാർക്കിൽ വെച്ചായിരുന്നു. അപ്പൊ അവിടെ ആദ്യം തുടങ്ങിയത്. നല്ല കുട്ടികളും വളരെ എൻജോയ് ചെയ്തു. ഞങ്ങൾക്കും നല്ലൊരു അനുഭവമായിരുന്നു. അതായത് നിങ്ങൾക്ക് പറയാനായിട്ട് ഒന്നല്ല 1000 കാര്യങ്ങളുണ്ട്. അത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്, എപ്പോഴും പോകുന്നത്. ഇപ്പൊ പക്ഷേ ഇപ്പോഴും നമ്മളെ നാട്ടില് ഇപ്പൊ ജീനാൻഡി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ യാത്രകളുണ്ടോ? ഉണ്ട്. ഇപ്പൊ മോളുണ്ട്, മോളെ കൂടെ ആയിപ്പോ എല്ലാവരും മോളുണ്ട്. ഇപ്പൊ ആയിഷയുടെ സംസാരിക്കുന്ന പോലെ മോളുടെ അടുത്തായി ഇപ്പൊ സംസാരം 2-3 മണിക്കൂറല്ല. പിന്നെ വീക്കെൻഡ്സ് അവരോട് പോകും. പുറത്തൊക്കെ ആണെങ്കിലും അവരുമായിട്ടാണ്. നാട്ടിലായിട്ട് ഞാൻ ജീനായിട്ട് സംസാരിക്കാറുണ്ട്. കുറെ നേരം ബോട്ടിമില് സംസാരിക്കും. പിന്നെ പണ്ടത്തെ അത്ര സംസാരിക്കുന്നില്ല എങ്കിലും. പിന്നെ ഞാൻ ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ സ്ത്രീകൾ എന്നുള്ള നിലയിൽ UAE ജീവിച്ചപ്പോൾ ഉണ്ടായ നിങ്ങളുടെ സുരക്ഷയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എത്രത്തോളം സുരക്ഷിതരായിരുന്നു ഈ രാജ്യത്ത്? ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള രാജ്യമാണ് ഇവിടെ. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാം. നല്ല എപ്പോഴും ഏത് സമയത്തോടെങ്കിലും നമുക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാം. നാട്ടിലാണെങ്കിൽ നമുക്ക് രാത്രി അങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും കൂടുതൽ സമയം ഫ്ലാറ്റുകളുടെ ഉള്ളിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അല്ലേ? കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഈ ആരോഗ്യം കാത്തു സൂക്ഷിച്ചു? അതായത് ഇപ്പോഴും രണ്ടുപേർക്കും മേജർ ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണ്. നിങ്ങൾ എങ്ങനെയാണ് അതായത് നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ എത്രത്തോളം സമയം കണ്ടെത്തിയിരുന്നു? മാമി എന്തെങ്കിലും പ്രത്യേകിച്ച് മാമിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡുകളൊക്കെ ഉണ്ടാക്കുക? നാട്ടില് നമ്മളെ കൃഷിയുണ്ട്. അപ്പൊ നല്ല ഇവിടെ ജീവിച്ചിരുന്ന സാഹചര്യം ഇവിടെ നമ്മള് നല്ല ഇങ്ങനെ ജങ്ക് ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ നല്ല ഫുഡുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അങ്ങനെയാണ് കൂടുതലും കഴിക്കുന്നത്. വീട്ടിലുള്ള ആഹാരമാണ് കഴിക്കുന്നത്. ഇപ്പം അതായത് റീസെന്റ് പോലും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ വന്നപ്പോഴും ഫുഡ് ആയപ്പോഴും വളരെ കുറച്ചേ കുട്ടികൾക്കും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാണെല്ലാം. പിന്നെ അതുപോലെ നിങ്ങളൊക്കെ തടി വെക്കാതെ എങ്ങനെ ഇങ്ങനെയുള്ള ഫുഡുകളല്ലേ കഴിക്കുന്നത്? നമ്മുടെ വീട്ടിൽ എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? എക്സസൈസ് ചെറിയ രീതിയിലൊക്കെ വീട്ടിൽ ചെയ്യും. നടക്കാൻ പോക്കൊക്കെ ഉണ്ടായിരുന്നു? നടക്കാൻ വീക്കെൻഡിലൊക്കെ പോകുമായിരുന്നു. അവിടെ റാസൽ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നടക്കുന്നുണ്ട്. വീട്ടു ജോലിയും വീട്ടിന്റെ പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഇനി ഉള്ള ഒരു ജനറേഷന്റെ അടുത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? UAE ജീവിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചിങ്ങനെ പോകുമ്പോഴേക്കും അയ്യോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാവില്ലേ? നമ്മൾ പുറത്ത് പോയിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പൊ മോളുടെ അടുത്ത് മാമി എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? ഇവിടെ UAE ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മാമി മോളുടെ അടുത്ത് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? ഇങ്ങനെയൊക്കെ ചെയ്യണം ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജീവിക്കാം. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവരെല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കുന്നത്. നല്ല ഇപ്പോഴേ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നല്ല വേറൊരു ലൈഫല്ലേ അവരുടേത്. നമ്മളെ പോലെ അല്ലല്ലോ അവര്. കുറച്ചുകൂടെ വെളിയിലൊക്കെ പോകാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ. നമ്മളെ കുറച്ചു വെളിയിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്.
നമുക്ക് ഈ സമയം നമ്മളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, രാവിലെ 6 മണിക്ക് പോകും, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കൂറായിരിക്കും കഴിക്കാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി 6:30 ഒക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് സമയം കുറച്ച് പിന്നെ ഫസ്റ്റ് അങ്ങനെ